Hello. Welcome to market discussion of the day. Today, August 18, 2026, Tuesday ആണ്. സോ മാർക്കറ്റ് ഡിസ്കഷനിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് നമ്മളുടെ പുതിയ ബാച്ച് ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിപ്പിക്കുന്ന ബാച്ച് അടുത്ത തിങ്കളാഴ്ച അതായത് ഓഗസ്റ്റ് 31 വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. സോ ഫ്രീ ആയിട്ട് ഫോറക്സ് ട്രേഡിംഗ് പഠിക്കണം എന്നുള്ള എല്ലാ ആൾക്കാർക്കും എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഉണ്ടാവും. മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞാൻ കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കും എടുത്ത് ഓർമ്മിപ്പിച്ച് പോവുകയാണ്. ഓക്കെ, സോ കമ്മിങ് ടു മാർക്കറ്റ് ഡിസ്കഷൻ, കമ്മിങ് ടു ഫണ്ടമെൻ്റൽ സൈഡ്. സോ നമുക്ക് ഇന്നത്തെ ദിവസം നമുക്ക് പ്രത്യേകിച്ച് ഫണ്ടമെൻ്റൽസ് ഒന്നും തന്നെ ഇല്ല. ഇന്ന് നമുക്ക് ഓൾറെഡി ക്ലമൻറ്റ് കൗണ്ട് ചേഞ്ച് യു കെന്ന് ക്ലമൻറ്റ് കൗണ്ട് ചേഞ്ചിൻ്റെ ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അത് ആക്ച്വലി നമ്മുടെ GBPക്ക് പോസിറ്റീവായിട്ടാണ് ആ ന്യൂസ് വന്നത്. GBPയുടെ വേറെ 2 ന്യൂസുകളും 11:30 വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ അത് മാത്രമാണ് ഇന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാളെ നമുക്ക് GBPയിൽ നിന്ന് 11:30 തന്നെ നമുക്ക് CPIയുടെ ന്യൂസ് വരുന്നുണ്ട്. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കി കാണണം. GBPയിൽ ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ആ ഒരു ടൈമിൽ ഒന്ന് കോഷ്യസ് ആയിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു പോകാനായിട്ടുള്ളത്. കാരണം 11:30 ഓൾമോസ്റ്റ് 4-5 ന്യൂസോട് അടുപ്പിച്ച് വരുന്നുണ്ട്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി അത് മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. അതായത് CPIയുടെ ന്യൂസ്, PPIയുടെ ന്യൂസ്, അതായത് നമുക്കറിയാമല്ലോ US ഡോളറിനെ എങ്ങനെ CPIയും PPIയും ഒക്കെ അഫക്റ്റ് ചെയ്യുന്നത് അല്ലേ. സോ അതേപോലെ തന്നെ നമ്മുടെ GBP അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണിത്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്. സോ എന്താ പറയുക, സോ ഡെഫിനറ്റ്ലി നാളെ 11:30 മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് ഒന്ന് മാറി നിൽക്കണം എന്ന് ഞാൻ പറയുന്നില്ല. നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എടുക്കണം. പക്ഷേ നല്ല പ്രോഫിറ്റിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ഇറങ്ങുക. ഓക്കെ, ചെറിയ ലോസിലാണെങ്കിൽ ഇറങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾ സ്റ്റോപ്പ് ലോസ് പ്രോപ്പറായിട്ട് ഇട്ടാൽ മതി. GBP USD ഒന്നും ഭയങ്കരമായ മൂവ്മെൻ്റ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, സോ അതുകൊണ്ടിട്ട് അതൊന്ന് ശ്രദ്ധിച്ച് പോവുക എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞു പോകാനായിട്ടുള്ളത്. അതേപോലെ തന്നെ നമുക്ക് 12:40 ECB പ്രസിഡന്റ് ലഗാർഡിൻ്റെ സ്പീച്ച് ഉണ്ട്. ഓക്കെ, നമുക്ക് വൈകുന്നേരം 11:30 മണിക്ക് FOMC മിനിറ്റ്സിൻ്റെ മീറ്റിംഗ് ഉണ്ട്. അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നാളെ നമുക്ക് മാർക്കറ്റ് ഡിസ്കഷൻ ഉണ്ടാവില്ല. ഓക്കെ, അതുകൊണ്ടിട്ട് തന്നെ നാളെ എനിക്ക് പറയാൻ പറ്റണം എന്നില്ല. അതുകൊണ്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ നാളെ വൈകുന്നേരം 6 മണിക്ക് മുന്നേ ആയിട്ട് മാർക്കറ്റിൽ നിന്ന് മാറി നിൽക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം. മറ്റന്നാൾ നമുക്ക് 5:20 ട്രേഡ് ബാലൻസ് ഉണ്ട്. JPYയെ ഡയറക്റ്റ്ലി എഫക്റ്റ് ചെയ്യുന്ന ട്രേഡ് ബാലൻസിൻ്റെ ന്യൂസ് വരുന്നുണ്ട്. ഓക്കെ, വൈകുന്നേരം 6 മണിക്ക് നമുക്ക് അൺഎംപ്ലോയ്മെൻറ്റ് ക്ലെയിംസും അതേപോലെ തന്നെ നമ്മളുടെ നാച്ചുറൽ ഗ്യാസ് സ്റ്റോറേജിൻ്റെ ന്യൂസും വരുന്നുണ്ട്. ഓക്കെ, മറ്റന്നാൾ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റന്നാൾ നമുക്ക് രാവിലെ തന്നെ GBPയിൽ നിന്ന് ന്യൂസ് ഉണ്ട്. JPYയിൽ 5 മണിക്കുള്ള ന്യൂസ് ഉണ്ട്. GBPയിൽ നിന്ന് റീറ്റെയിൽ സെയിൽസിൻ്റെ ന്യൂസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, യൂറോയെ അഫക്റ്റ് ചെയ്യുന്ന കുറച്ച് ന്യൂസുകൾ 12:45 ശേഷമുണ്ട്. യൂറോ GBP അങ്ങനെ ഒരുപാട് ന്യൂസുകൾ യൂറോയും GBPയും അഫക്റ്റ് ചെയ്യുന്ന ന്യൂസുകളുണ്ട്. സോ ബേസിക്കലി യൂറോയും GBPയും ട്രേഡ് ചെയ്യുന്ന ആൾക്കാർ ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. US നിന്ന് നമ്മുടെ ഗോൾഡിനെ അഫക്റ്റ് ചെയ്യുന്ന എന്താ പറയുക, വൈകുന്നേരം 7:15 ഫ്ലാഷ് മാനുഫാക്ചറിങ് PMI പോലത്തുള്ള മീഡിയം ഇമ്പോർട്ടൻറ്റ് ന്യൂസുകൾ മാത്രമാണ് ഉള്ളത്. ഓക്കെ, 7:30 നമ്മുടെ യൂറോയിൽ നിന്ന് വീണ്ടും കൺസ്യൂമർ കോൺഫിഡൻസ് ഉണ്ട്. നമുക്കറിയാം യൂറോയും GBPയൊക്കെ ഒരു സൈഡ് വൈസ് ആയിരുന്നു. സോ ഈ ആഴ്ച കൊണ്ട് അതൊരു മാറി ഒരു റേഞ്ച് പിടിക്കാൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവുകയാണ്. ഓക്കെ, സോ നമുക്ക് നേരെ നമ്മളുടെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ ഇന്നലെ നമ്മൾ ഗോൾഡിൻ്റെ ഓപ്പർച്യൂണിറ്റി, ഗോൾഡിലോട്ട് തന്നെ പോവാം. ഗോൾഡ് നമ്മൾ 2 ഓപ്പർച്യൂണിറ്റീസാണ് പറഞ്ഞത്. 4430 അവിടുന്ന് സെല്ല്, 4430 അവിടുന്ന് പ്രോപ്പറായിട്ട് നമുക്കൊരു സെല്ല് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് ഓൾമോസ്റ്റ് 80 വരെ വന്നിട്ടുണ്ടായിരുന്നു. 80 അവിടുന്ന് ഒരു ബൈ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇന്ന് രാവിലെ നിങ്ങൾക്ക് 80, 85, 86 ലെവലിൽ കിട്ടിയിട്ടുണ്ട്. 80 എന്ന് പറയുമ്പോൾ 80 എക്സാക്ട്ലി വന്ന് നിൽക്കില്ല. ഓക്കെ, സോ ആ ഒരു ഐഡിയയിൽ വേണം നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട്. സോ ഈ 2 ഓപ്പർച്യൂണിറ്റിയും പ്രോപ്പറായിട്ട് എടുത്തിട്ടുള്ള ആൾക്കാർക്ക് വളരെ എന്താ പറയുക, നല്ല കാര്യം. ഓക്കെ, സോ വീണ്ടും ആ റേഞ്ചിൽ തന്നെയാണ് മാർക്കറ്റ് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. ഈ റേഞ്ച് വിട്ട് പോകണം എങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടൊരു ഫണ്ടമെൻ്റൽസ് വേണം. സോ ഈ ആഴ്ച നമ്മൾ നോക്കാൻ നേരത്ത് നാളെ മാത്രമാണ് ഒരു ഫണ്ടമെൻ്റൽസ് ഉള്ളത്. സോ ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത് നാളെ വരെ ഈ ഒരു റേഞ്ചിനകത്ത് തന്നെ കിടന്ന് കളിക്കാനായിട്ടാണ്. അൺലെസ് ദർ ഈസ് നോ പൊളിറ്റിക്കൽ സീൻസ്. പൊളിറ്റിക്കലായിട്ട് വേറെ ന്യൂസുകളൊന്നും വരാനായിട്ടുള്ള പോസിബിലിറ്റിയും വളരെ കുറവാണ് അല്ലേ, നമുക്കറിയില്ല. പക്ഷേ ഡെഫിനറ്റ് നാളെ വൈകുന്നേരം വരെ എക്കണോമിക് കലണ്ടർ ബേസ് ചെയ്തിട്ട് ഗോൾഡിനെ അഫക്റ്റ് ചെയ്യുന്ന ന്യൂസുകളൊന്നും ഇല്ലാത്തിടത്തോളം 4380 to 4430 അടുത്ത് അകത്ത് റേഞ്ചിൽ കിടന്ന് കറങ്ങുക എന്നുള്ളതാണ് മാർക്കറ്റിൻ്റെ ഒരു സ്വഭാവം എന്നുള്ളതാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അതുകൊണ്ടിട്ട് തന്നെ 4430 അവിടെ നമുക്ക് US സെഷൻ അല്ല എങ്കിൽ ധൈര്യമായിട്ട് അവിടുന്ന് സെല്ലെടുത്ത് പോവാം. US സെഷൻ ആണ് എങ്കിൽ സെല്ലെടുത്തോ. പക്ഷേ ഡെഫിനറ്റ്ലി നമുക്ക് 4445 മുകളിലായിട്ട് അല്ലെങ്കിൽ 4450
130ൻ്റെ മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് വെക്കണം എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, നേരെ 4380ൻ്റെ അടുത്തായിട്ട് നമുക്ക് ബൈയും ചെയ്യാം. ഓക്കെ, അത് 4365ൻ്റെ താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് കൃത്യമായിട്ട് ഇട്ട് പോവുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നീട് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ 4430ൻ്റെ മുകളിലായിട്ട് എന്താ പറയുക മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ അവിടെ നിന്നും ബൈ ചെയ്ത് പോകുന്നത് കൊണ്ടിട്ട് തെറ്റില്ലാത്ത കാര്യമാണ് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ എടുത്ത് പറഞ്ഞു പോവാണ് ഗോൾഡിൻ്റെ കാര്യത്തിനകത്ത് അല്ലേ. ഓക്കെ, സോ നമ്മൾ നേരെ GBPയിലോട്ട് വരാം. GBP ഇന്നലെ നമ്മൾ എന്താണ് പറഞ്ഞത്, 1.3560 അവിടെ നിൽക്കാൻ നേരത്ത് ഞാൻ പറഞ്ഞു എന്താണ്, ഇത് ബ്രേക്ക് ചെയ്യണം, ഇതൊരു റെസിസ്റ്റൻസ് ആണ്, ഇത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ അടുത്ത ബ്രേക്ക് ഔട്ട് ഓപ്പർച്യൂണിറ്റിയിൽ നമുക്ക് ബൈ എടുക്കാമെന്ന് പറഞ്ഞു. ഇല്ല എങ്കിൽ 1.3500 അവിടെ കിട്ടിയാൽ അവിടെ നിന്ന് ബൈ ചെയ്യാൻ പറഞ്ഞു. ഓക്കെ, സോ 1.3500 എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ കൃത്യമായിട്ട് വന്ന് നിൽക്കുകയൊന്നുമില്ല. ഞാൻ ചെറിയ ഒരു ബൈ ഒക്കെ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, സ്റ്റോപ്പ് ലോസ് വന്നിട്ട് 1.34 എന്താ പറയുക ടൈറ്റായിട്ട് വെക്കണം എന്ന ആൾക്കാർക്ക് 1.3480 താഴെയായിട്ട് വെക്കുക. ഓക്കെ, കുറച്ചുകൂടെ സേഫ് ഗെയിം കളിക്കണം എന്നുള്ള ആൾക്കാർക്കോ അല്ലെങ്കിൽ ഒരു ലോങ്ങർ ടേമിലോട്ട് ഇടണം എന്നുള്ള ആൾക്കാർക്ക് 1.3460 താഴെയായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, സോ ഇതാണ് എനിക്ക് GBPയിൽ പറയാനായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. GBPയുടെ ഫസ്റ്റ് ടാർഗറ്റ് 1.3560 അടുത്ത് നമുക്ക് ടാർഗറ്റ് ബുക്ക് ചെയ്യണം. ഓക്കെ, പ്രോഫിറ്റ് ബുക്ക് ചെയ്യണം. Then if it breaks 1.3560, then the market will be going towards the other 1.3600 പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളൂ. ഓക്കെ, സെൽ സൈഡിലോട്ട് ഞാൻ നമ്മളുടെ GBP പറയാറില്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് നല്ലോണം അറിയാം അല്ലേ. ഓക്കെ, സോ നമുക്ക് നമ്മുടെ USD JPY 159.72 ഇന്നലെ നമ്മൾ പറഞ്ഞ ഓപ്പർച്യൂണിറ്റി പക്കായിട്ട് നടന്നിട്ടുണ്ട്. 159.00 അവിടെ ഇന്ന് ബൈ ചെയ്യാനായിട്ടാണ് ഇന്നലെ പറഞ്ഞത്. 159.1 ആ ലെവലിലോട്ടൊക്കെ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിലുള്ളൊരു പ്രോഫിറ്റ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അതങ്ങനെ തന്നെ പോട്ടെ, കാരണം റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തു. ഓക്കെ, ബ്രേക്ക് ഔട്ടായി മാർക്കറ്റ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 160ൻ്റെ അടുത്താണ്. ഓക്കെ, 160ൻ്റെ അടുത്ത് വേണമെങ്കിൽ നിങ്ങൾ ഇന്നലെ എടുത്ത് 159ൻ്റെ അടുത്ത് നിന്ന് ബൈ ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, വീണ്ടും 159 കിട്ടിയാൽ വീണ്ടും നമുക്ക് ബൈ ചെയ്യാം. 158.60 താഴെ സ്റ്റോപ്പ് ലോസ്, 160ൻ്റെ അവിടെ ടേക്ക് പ്രോഫിറ്റ്. 160ൻ്റെ മുകളിലായിട്ട് മാർക്കറ്റ് സസ്റ്റെയിൻ ചെയ്യുന്നത് കണ്ടാൽ വീണ്ടും നമുക്ക് ബ്രേക്ക് ഔട്ട് ബൈ എടുത്ത് മുന്നോട്ട് പോവുകയും ചെയ്യാം. ഓക്കെ, നമ്മൾ യൂറോ USDയിലോട്ട് വരാം. 1.1573 നിൽക്കുന്നു ഇപ്പോൾ. ഓക്കെ, മാർക്കറ്റ് ഇന്നലെ നമ്മൾ പറഞ്ഞ അതേപോലെ തന്നെ 1.1600 അവിടെ എക്സാക്ട്ലി അവിടെ റെസിസ്റ്റൻസ് നടന്നിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് താഴോട്ട് വന്നു. 1.1574 മാർക്കറ്റ് നിൽക്കുന്നത്. നമ്മുടെ യൂറോയുടെ പ്രോപ്പറായിട്ടുള്ള റെസിസ്റ്റൻസ് സ്ട്രക്ചറൽ സപ്പോർട്ടുള്ളത് 1.1530 ഓക്കെ, സോ 1.1530 അവിടെ വീണ് കിട്ടിയാൽ ഡെഫിനറ്റ്ലി നമുക്ക് അവിടെ നിന്നൊരു ബൈ ചെയ്ത് മുന്നോട്ട് പോകാം. സ്റ്റോപ്പ് ലോസ് നമുക്ക് 1.1490 താഴെ സ്റ്റോപ്പ് ലോസും ടേക്ക് പ്രോഫിറ്റ് നമുക്ക് 1.1600 അവിടെ നമുക്ക് ടേക്ക് പ്രോഫിറ്റും വെച്ച് നമുക്ക് ആ ഒരു ബൈ എടുത്ത് പോവുകയും ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷനിൽ പറഞ്ഞു പോകാനായിട്ടുള്ള കാര്യങ്ങൾ. ഡെഫിനറ്റ്ലി എന്താ പറയുക, നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് നമ്മളുടെ ബ്രോക്കേഴ്സിനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി എനിക്ക് മെസ്സേജ് അയക്കാം. അതേപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക വേറെ നമ്മുടെ ബോട്ടിനെ കുറിച്ച് അറിയാനൊക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസത്തെ മാർക്കറ്റ് ഡിസ്കഷൻ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്. മാർക്കറ്റ് ഡിസ്കഷൻ നമ്മൾ നാളെ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.